സാധാരണ ഒരു തൊഴിൽ പോലെയല്ല. ഒരു പക്ഷെ അദ്ദേഹത്തിന് ഒരു വരുമാനമാകുന്ന രീതിയിൽ മാത്രം കാണുകയാണെങ്കിൽ ഇതിനേക്കാൾ വരുമാന സാധ്യതയുള്ള ഒരുപാട് തൊഴിൽ അദ്ദേഹത്തിന് ചെയ്യാവുന്നതാണ്. കേവലം ഒരു ജോലി എന്നതിനേക്കാൾ അപ്പുറം ഈ ഒരു വർക്കിൽ നിന്ന്, അതായത് ബസ്സിലെ ആളെ വിളിച്ചു കയറ്റുമ്പോൾ കിട്ടുന്ന ഒരു വരുമാനമാണ് അതിനകത്തൊരു തൊഴിൽ എന്നുള്ള രീതി പറയുന്നത്. രണ്ട് രീതിയിലാണല്ലോ അതിനെ കാണുന്നത്. രണ്ടാമത് പുള്ളി ചെയ്യുന്നത് താൻ ചെയ്യുന്ന തൊഴിലിനോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കുകയാണ്. അപ്പോൾ ആ തൊഴിലാണെങ്കിൽ ഇപ്പൊ കേച്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്ന പണിയേക്കാൾ ചെയ്യുന്ന അധ്വാനത്തിനുള്ള വേതനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ വേതനം ഇല്ല, ആ വേതനം കിട്ടുന്നില്ല. പക്ഷെ ഇതിനേക്കാൾ വേതനം കിട്ടാവുന്ന ജോലി പുള്ളിക്ക് കിട്ടാൻ പ്രയാസമില്ല. പക്ഷെ ആ മേഖല അദ്ദേഹം തിരഞ്ഞെടുത്ത് ഇത്രയും വർഷങ്ങളായി ഇതേ പ്രവർത്തനം തന്നെ ഇങ്ങനെ തുറന്നു പോവുകയാണ്. അതൊരു പെട്ടെന്ന് ആർക്കും കഴിയാവുന്നതല്ല. അതിനോട് സ്വയം സമർപ്പിക്കാൻ തയ്യാറാകുന്ന 100% കമ്മിറ്റഡാകുന്ന ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ. അല്ലാത്ത ഒരാൾക്ക് അത് ചെയ്യാൻ എളുപ്പമല്ല. ബസ്സിലാളെ വിളിക്കുന്നതാണെങ്കിലും കുട്ടികളെ വയസ്സായവരെ ഒക്കെ നല്ല സഹായമുണ്ട്. കുട്ടികളെ പിടിച്ച് ബസ്സിൽ കയറ്റാൻ വയസ്സായവരെ ഒക്കെ ആക്സിന്റെ പ്രവർത്തനത്തിന് കൈക്കൂലൊന്നും വാങ്ങില്ല, ഒരു പൈസ മേടിക്കില്ല. നല്ല മനുഷ്യരാണ് എല്ലാവർക്കും. ദേശീയപാത 47 കുതിരാൻ, മണ്ണുത്തി, ചാലക്കുടി സെക്ടർ കഴിഞ്ഞാൽ തൃശൂർ ജില്ലയിൽ ഏറ്റവും അധികം റോഡപകടങ്ങൾ ഉണ്ടാവുന്നത് തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിലാണ്. ജില്ലയിലെ ജീവൻ രക്ഷാ സന്നദ്ധ സേനയായ ആക്ട്സിന്റെ സേവന പ്രവർത്തകനാകാൻ ബക്കറിന് പ്രേരണയായത് ദിനേന താൻ സാക്ഷിയാകേണ്ടി വരുന്ന വർദ്ധമാനമായ ആക്സിഡന്റുകളാണ്. തെരുവിന്റെ കുതിപ്പുകളിൽ നിന്ന് അന്നന്നത്തെ അപ്പം തേടുന്ന താൻ തെരുവിലെ പുരുഷാരത്തോടുള്ള കടപ്പാട് നിറവേറ്റുകയാണ്. 62-ാം വയസ്സിലും രാപ്പകലില്ലാതെ അപകടങ്ങൾക്ക് പിറകെ രക്ഷാസന്നാഹവുമായി ഓടി നടക്കുന്ന ബക്കറിന്റെ ജീവിതാവേശം സന്തുഷ്ടിയോടെ പങ്കുവയ്ക്കുന്നു പത്നി റുക്കിയ. നമ്മളെല്ലാവരും കൂടി നടത്തുന്ന സംഘടനയാണ്. എല്ലാ മനുഷ്യരുടെയും ശരീരത്തിൽ നിന്ന് വരുന്ന ചോര ചുവപ്പാണെന്ന് കണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന, അത്ര മാത്രമേ ഉള്ളൂ. ഇത് എല്ലാവരും കൂടി നടത്തുന്നതുമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് എല്ലാ കൊല്ലവും നമ്മൾ ഇതിന് ടിക്കറ്റ് അടിക്കും. അപ്പൊ അതിന് സഹകരിച്ച് നമ്മുടെ കേശവദാസ് കേശവദാസിനോട് സഹകരിക്കണം, ടിക്കറ്റ് എടുക്കണം. അപ്പൊ എല്ലാ കൊല്ലം മുടങ്ങാതെ കൊടുക്കും. ഇനി പേര് എഴുതാം, ടിക്കറ്റ് എഴുതാം. ബോക്കറിനെ സംബന്ധിച്ച് ഓരോ ഗ്രാമപ്രദേശങ്ങളിലും ചെന്ന് അവിടെയുള്ള വീടുകളിൽ പോയി, അതല്ലെങ്കിൽ അവിടുത്തെ വായനശാല, ക്ലബ്ബ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇതിനെ കുറിച്ച് പറയുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ആളുകളെ ഇതിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഉള്ള ഒരു വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കേച്ചേരി സെന്ററിലെ ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസിനൊപ്പം സഹായം ചെയ്യുന്നതിന്റെ പുറമെ ആ പ്രവർത്തനത്തിൽ നിന്ന് ശേഷിക്കുന്ന സമയം ആക്സിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ കൂടുതൽ പഠിച്ചില്ല എന്നുള്ള വിഷമമൊക്കെ ഉണ്ടോ? ആക്സില് വർക്ക് ചെയ്തപ്പോഴാണ് അതിന്റെ നമുക്ക് ഏറ്റവും വലിയൊരു വിഷമമായിട്ട് തോന്നിയത്. കാരണം എന്താ വെച്ചാൽ മറ്റൊരാള് സ്റ്റേജിൽ കയറി സംസാരിക്കുമ്പോൾ വീട്ടിലും അതിൻ്റെതായിട്ടുള്ള വിദ്യാഭ്യാസത്തോടു കൂടി നമ്മൾ സ്റ്റേജിൽ പറയണം. ആ ഒരു വിഷമം കിടന്നിട്ട് അലട്ടുന്നത് ശരീരത്തിൽ. കാരണം വെച്ചാല് നമ്മള് പഠിക്കാത്ത കാരണമാണ്. ഇനിയിപ്പോ അത് പെട്ടെന്ന് നേരമില്ല. അതിനൊക്കെ എന്നാലും നമ്മള് അറിയുന്ന രൂപത്തിലായിട്ട് നടക്കണം. തമ്പുരാൻ തന്ന സാമർത്ഥ്യം കൊണ്ട് നമ്മള് മറ്റുള്ളവനെ വശീകരിച്ച് അതിന്റെ വശങ്ങൾ പറഞ്ഞു കൊടുക്കും. ഒരു മനുഷ്യൻ ജീവൻ നടത്തി കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്നുള്ളത്. കാരണം വെച്ചാൽ മനുഷ്യന്റെ ചോര മനുഷ്യനെ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ IMA ബ്ലഡ് ബാങ്കിൽക്ക് ആക്സിന്റെ നേതൃത്വത്തിൽ തന്നെ IMA ബ്ലഡ് ബാങ്കിൽക്ക് 27 യൂണിറ്റുകാരും IMAയിൽ ബ്ലഡ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ദാനം ചെയ്യുന്നത്. അതിന്റെ പുറമെ കണ്ണിന്റെ തിമിരത്തിന്റെ ഓപ്പറേഷൻ, ഹാർട്ടിന്റെ ക്യാമ്പ്, പിന്നെ ക്യാൻസറുടെ ഒരു വിഭാഗം 500 രൂപ. അത് പിന്നെ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് അയക്കാം, ആർക്കും എടുത്തിട്ട് അയച്ചു കൊടുത്താൽ മതി. അതേമാതിരി തന്നെ ഈ ക്യാമ്പുകളും പല ക്യാമ്പുകളും നമ്മളെ പച്ചമരുന്നിന്റെ ക്യാമ്പുകളും ഒക്കെ ഈ ആക്സിന്റെ നേതൃത്വത്തിൽ നടക്കാൻ. ജീവിതം ശാശ്വതം എന്ന് മനസ്സിൽ കരുതല്ലേ മാനുര, ഇന്നല്ലെങ്കിൽ നീ എല്ലാം വെടിഞ്ഞു യാത്ര തിരിക്കുമല്ലോ. കള്ള് കുടിക്കല്ലേ, ചൂത് കളിക്കല്ലേ, കളവ് പറയല്ലേ, കെട്ടിയ പെണ്ണ് കൂട്ടിൽ വരുമ്പോൾ തള്ളേ മറക്കല്ലേ. യഹലോക ജീവിതം ശാശ്വതം എന്ന് മനസ്സിൽ കരുതല്ലേ. കല്യാണം കഴിച്ചു വരുമ്പോ ബക്കറിൽ തന്നെയായിരുന്നു തൊഴിൽ.
ഇപ്പൊ അന്നത്തെ ആയാലും ഇപ്പോഴായാലും ഈ ഒരു ചെറിയ വരുമാനം കൊണ്ടൊക്കെ ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ജീവിച്ചു പോണത് ഇതുവരെ. ഉള്ളതുകൊണ്ട് ജീവിച്ചു പോവാ. ഇപ്പൊ മക്കളെല്ലാം എല്ലാവരും കഴിഞ്ഞു. വയസ്സൊക്കെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നു. അല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആക്സിന്റെ കാര്യങ്ങളൊക്കെ അതിലൊക്കെ പോവാ. ഒരു മിനിറ്റ് നേരം വീട്ടിലുണ്ടാവില്ല, നേരം അതിന് പോവും. ബസിന്റെ പണി കഴിഞ്ഞാല് പിന്നെ ഇതിന് പോവും. കാർഷിക വൃത്തി മുഖ്യമായ ചേരികളുടെ സാമൂഹ്യഘടനയിൽ ഗൾഫ് കുടിയേറ്റം പ്രകടമായ മാറ്റങ്ങളുണ്ടാക്കി. ബക്കറിന്റെ തലമുറ മുഴുവൻ മരുഭൂമിയിൽ നിന്ന് ഭാഗ്യം പോകുന്നു. ഗൾഫിലെത്താൻ ശ്രമിച്ചെങ്കിലും കേച്ചേരിയിലെ ചത്വാർത്ഥത്തിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളുടെ നമ്പർ മനപ്പുറം ചൊല്ലിയാടുന്നതിൽ ബക്കറിന്റെ ജീവിതം തളർന്നു. എങ്കിലും ഉപജീവനം എന്നതിലേറെ തന്റെ നിത്യത്തൊഴിൽ ഇദ്ദേഹം ആസ്വദിക്കുന്നു. ലോകത്തിലെ വഴികളൊക്കെയും താൻ കാവലാളാവുന്ന വലയെ തേടിയെത്തുന്നു എന്ന ബോധ്യം പിന്നെ പിന്നെ ബക്കറെ ഉറയ്ക്കുകയും ചെയ്യുന്നു.